ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മർക്കൂസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈശോനാഥൻ തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈ 12 ശിഷ്യന്മാരുടെ പേരിന്റെ ലിസ്റ്റും നമുക്ക് കാണാൻ സാധിക്കും. തുടങ്ങുമ്പോൾ ഈശോ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അവരെന്തിനാ വിളിച്ചതെന്ന് ഈശോ പറയുകയാണ്. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനും വേണ്ടി 12 പേരെ നിയോഗിച്ചു. ഇങ്ങനെയാണ് ഈ സുവിശേഷഭാഗം നമ്മൾ വായിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്താണ് അവന്റെ ഇഷ്ടം? ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപാട് പേര് ഈശോയുടെ ശിഷ്യരാകാൻ വിളിക്കപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരുണ്ട്. ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിനകത്ത് സമർപ്പിത ജീവൻ എന്ന് പറയുന്ന ഒരു ദൈവവിളിയുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഈശോ തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചെന്ന് പറയുന്നത്. അപ്പോൾ സമർപ്പിത ജീവിതത്തിലേക്ക് ആയിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തൃപ്തി, സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും എപ്പോഴും വായിക്കുന്ന, ചിന്തിക്കുന്ന ഒരു വചനഭാഗമാണിത്. തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്താണ് ഇഷ്ടം? ഞാനെപ്പോഴും ചിന്തിക്കും, ഞങ്ങൾ സെമിനാറിലേക്ക് ചേരുന്ന സമയത്ത് 10-50 പേര് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ ക്യാമ്പ്, സെക്കൻഡ് ലെവൽ ക്യാമ്പ്. അത് കഴിഞ്ഞൊരു പരീക്ഷ ഇട്ടു. അതിനകത്തൊരു 10-30 പേര് ജയിച്ചു. അതിനകത്ത് നിന്ന് പിന്നീടും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും വെച്ച് ഡയറക്ടർ അച്ഛൻ പ്രീഫിറ്റേഷന് ചേർന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. അതിനകത്ത് നിന്ന് 25 പേരെയൊക്കെ സെലക്ട് ചെയ്യുന്നു. ആ 25 പേര് പിന്നീട് ബിഷപ്പ് ഇന്റർവ്യൂ നടത്തുന്നു. ബിഷപ്പ്, ഞങ്ങളുടെ സമയത്ത് ജോസഫ് ഫെർണാണ്ടസ് പിതാവായിരുന്നു. ബിഷപ്പ് ഇന്റർവ്യൂ ചെയ്തിട്ട് ആ ഇന്റർവ്യൂവിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 10-20 പേരെ ലിസ്റ്റ് ചെയ്യുന്നു. അവരെയാണ് പിന്നീട് ഒരു ബാച്ചായിട്ട് എടുക്കുന്നത്. ആ ബാച്ച് പിന്നീട് അതിനകത്തുനിന്ന് പല കാലഘട്ടത്തിലായിട്ട് പലരും കൊഴിഞ്ഞു പോകുന്നു. അതൊരു 10-15 പേരൊക്കെയായി മാറുന്നു. ഉടുപ്പ് കിട്ടുമ്പോഴത്തേക്ക് പിന്നീട് 10-14 പേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 15 പേരുണ്ടാവും. പിന്നെ വീണ്ടും അതിനകത്തുനിന്ന് കൊഴിഞ്ഞു പോകുന്നു. അതിനകത്ത് ഏറ്റവും നന്നായി പഠിക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ സെലക്ഷൻ കിട്ടി റോമിൽ പഠിക്കാൻ പോയ ഉൾപ്പെടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഈശോയുടെ ഇഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് അന്നേരം അറിഞ്ഞുകൂടാ. മാർക്കാണോ? അല്ല. കഴിവാണോ? അല്ല. അവന്റെ എന്താണ്, പാഠവുമാണോ? അല്ല. അവന്റെ ജീവിത വിശുദ്ധിയാണോ? അതുമല്ല. കാരണം ചിലപ്പോൾ ഈ കൊഴിഞ്ഞു പോയേക്കുന്ന ആൾക്കാർ നിലനിൽക്കുന്ന ആൾക്കാരെക്കാൾ വിശുദ്ധരായിരുന്നു എന്നുള്ളതാണ് രസകരമായ മറ്റൊരു വസ്തുത. വിശുദ്ധിയാണോ? അതുമല്ല. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവം, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് കൊഴിഞ്ഞു പോയി. അവസാനം ഒരു 13 പേര് അച്ഛനായിട്ട് പിന്നെ വീണ്ടും ഒരാൾ കൊഴിഞ്ഞു പോകുന്നു. 12 പേര് ഒരു ബാച്ചിൽ ഞങ്ങളുടെ അച്ഛന്മാരായിട്ടുണ്ട്. കൊല്ലം രൂപതയുടെ ചരിത്രത്തിൽ ഇത്രയും അച്ഛന്മാര് ഒറ്റ ബാച്ചായിട്ട് ഇത്രയും അച്ഛന്മാർ വേറെ ഇല്ല. പല ബാച്ചുകൾ കമ്പൈൻ ചെയ്ത ബാച്ചുകളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ 10-14 പേരൊക്കെയുള്ള ബാച്ചൊക്കെ ഉണ്ട്. പക്ഷെ കൊല്ലം രൂപതയിൽ 12 പേര്. അപ്പൊ ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, ഒരു ദൈവാനുഗ്രഹമാണ്. ഇയർ ഓഫ് പ്രീസ്റ്റ് 2010 പൗരോഹിത്യം കിട്ടി. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ അച്ഛന്മാരുടെ 10-15 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ. വൈദികരായി 25-50 വർഷം കഴിഞ്ഞ് ജൂബിലി ആഘോഷിക്കുന്ന അച്ഛന്മാരുണ്ട്, അവർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോ പട്ടം കിട്ടിയ അച്ഛന്മാരുണ്ട്, അവർക്കും അറിഞ്ഞുകൂടാ എന്താണ് കർത്താവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറെന്റ് ആണ്. അത് ഓരോരുത്തരുടെയും വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയാണ് ഇയാളുടെ ജീവിതത്തിൽ ഇതാ ക്വാളിറ്റി, ഇയാളുടെ ജീവിതത്തിൽ ഇതാ ക്വാളിറ്റി, ഈ ക്വാളിറ്റിയാണ് ഈശോയ്ക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഇപ്പം മറ്റേ ആൾ വിളിക്കണ്ടല്ലേ? ആ ക്വാളിറ്റി ഉള്ള ആൾ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വളരെ അത് ഭയങ്കര സസ്പെൻസ് ആണ്. അത് ഈശോയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. എന്ത് ഇഷ്ടത്തിന്റെ പുറത്താ ഞാനിപ്പോൾ ഇങ്ങനെ വൈദികനായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കും അറിഞ്ഞുകൂടാ. അത് ഈശോയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈശോയുടെ ഇഷ്ടത്തിൽ പെടാനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ ഈശോ മുമ്പോട്ട് വെക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ എന്നോട് ഇഷ്ടമുള്ളവർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ തിരഞ്ഞെടുത്ത ആളുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ ഇത് 3-മാണ്. 1, തന്നോട് കൂടെ ആയിരിക്കുക. ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും കർത്താവിനോടൊപ്പമായിരിക്കുക. ഇപ്പം നമ്മളിങ്ങനെ ദിവ്യകാരുണ്യത്തിന്റെ പ്രസൻസിൽ പോയി ഇരിക്കുന്നു ശരീരം കൊണ്ട്, ആ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമം നടത്തുന്നു ആത്മാവ് കൊണ്ട്, അവന്റെ നിലപാടുകൾ എൻ്റെ നിലപാടായി ഞാൻ സ്വീകരിക്കുന്നു മനസ്സുകൊണ്ട്. അപ്പം ഈശോയുടെ കൂടെ ആയിരിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു 3 ലെവലിൽ നമുക്കതിനെ വായിച്ചെടുക്കാൻ സാധിക്കും. ഈശോയുടെ കൂടെ ആയിരിക്കുക. അപ്പോൾ
അങ്ങനെ ജീവിക്കാനുള്ളൊരു ശ്രമം. കാര്യം ഈശോ ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചെങ്കിൽ ഈശോ ഇഷ്ടപ്പെടുന്ന കാര്യം ഇതാണ്. അപ്പം അത് ചെയ്യുന്നതിലൂടെ ഈശോടൊപ്പം ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം യോഹന്നാനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. യോഹന്നാൻ ശരീരം കൊണ്ട് അവൻ്റെ പക്ഷത്തിൽ ചാരിക്കിടന്നു, മനസ്സുകൊണ്ട് അവൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു, നിലപാടുകൾ കൊണ്ട് അവൻ വെളിപാട് എഴുതി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്ന ദൈവസ്നേഹമാണെന്ന് ആ പരമചൈതന്യ രഹസ്യം ലോകത്തോട് വിളിച്ചു പറയാൻ നിൽക്കുന്ന സ്നേഹത്തിന്റെ അപ്പോസ്തലൻ. അപ്പോൾ പിന്നെ യോഹന്നാനെയൊക്കെ നമുക്ക് അങ്ങനെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ശിഷ്യൻ എന്ന് പറയുന്നത്, ഇഷ്ടമുള്ള ശിഷ്യൻ എന്ന് പറയുന്നത്, അവന് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യൻ ഞാനാണെന്ന് യോഹന്നാൻ പറയുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വായിച്ചെടുക്കാന്നേ ഉള്ളൂ. രണ്ടാമത്തത് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കുന്നു. അതിങ്ങനെ പുൽപ്പിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ധ്യാന കൺവെൻഷൻ സെന്ററിലൂടെയോ പള്ളിക്കകത്ത് മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ടോ എന്ന രീതിക്കല്ല. അസീസിലെ ഫ്രാൻസിസിന്റെ വാക്കുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തെ കുറിച്ചല്ല ഈ സുവിശേഷ പ്രഘോഷണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജീവിതം കൊണ്ട് നീ പ്രഘോഷിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഓരോരുത്തരും ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് ഈശോയെ പ്രഘോഷിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. സുവിശേഷം പ്രഘോഷിക്കുക. മൂന്നാമത്തത് പിശാചിനെ ബഹിഷ്കരിക്കുക, എക്സോർസിസ്റ്റുകളായി മാറുക എന്ന് തന്നെയാണ് ഇതിനർത്ഥം. പക്ഷെ എങ്ങനെ? നമ്മുടെ മുമ്പിൽ ഒരു പിശാച് ആവേശിച്ച ഒരാളെ കൊണ്ടുവരുമ്പം അയാളെ കുരിശ് വെച്ച് പ്രാർത്ഥനകൾ ചൊല്ലി എക്സോർസിസം ചെയ്ത് ഒഴിപ്പിച്ചെടുക്കുന്നു എന്ന് പറയുന്ന എക്സോർസിസത്തെ അല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവന്റെ സകല ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു, അവന്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിന് ഒത്തു ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് എക്സോർസിസം. നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുനിമിഷം പിശാചിന്റെ ഇടപെടലുകളെ ഒഴിവാക്കി മൂതോച്ചാടനം ചെയ്ത് എക്സോർസിസം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത് നമ്മുടെ ഡെയിലി ലൈഫിലെ എക്സോർസിസം. അത് എക്സോർസിസം എന്ന് പറയുന്ന ഒരു കർമ്മം ചെയ്യുന്നു എന്നതിനപ്പുറം നമ്മുടെ അനുദിന ജീവിതത്തിലെ അനുനിമിഷങ്ങളിൽ പിശാചിന്റെ ഇടപെടലുകളെ നമ്മൾ എക്സോർസൈസ് ചെയ്ത് മാറ്റുന്നുണ്ടോ, പ്രാർത്ഥിച്ച് മാറ്റുന്നുണ്ടോ, ഒഴിവാക്കുന്നുണ്ടോ? പിശാചിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ പറ്റും, ചിലത് പറ്റത്തില്ല, ചിലത് നമ്മൾ അടിയറവ് പറയുന്നു, വീണു പോകുന്നു, പാപത്തിലകപ്പെടുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള ശ്രമം എത്രത്തോളം ഉണ്ട്, അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് ഈശോയുടെ ഇഷ്ടവലയത്തിനുള്ളിൽ നിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈശോ ഇഷ്ടപ്പെട്ട് വിളിച്ചു എന്ന് പറയുന്ന ആൾക്കാരിൽ ഈശോ ചെയ്ത് കിട്ടണമെന്ന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്തിഷ്ടത്തിലാണ് ഈശോ വിളിച്ചെന്ന് നമുക്ക് അറിഞ്ഞുണ്ടെങ്കിലും അവന്റെ ഇഷ്ടത്തിനുള്ളിൽ നിൽക്കാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട് താനും. അപ്പം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കാനുള്ള ഗൈഡ് ലൈൻ ആയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തിട്ട് അത് മൂന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ അവന്റെ പക്ഷത്തിൽ ചേർന്ന് കിടക്കുന്ന യോഹന്നാനെ പോലെ നമുക്ക് മാറാൻ സാധിക്കും. അതിന് നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.